കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ആരോപണ വിധേയനായ അധ്യാപകൻ ഡോക്ടർ MK റാമിന് മുൻകൂർ ജാമ്യമില്ല. അസോസിയേറ്റ് പ്രൊഫസർ സംഗീത നമ്പ്യാർക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചു. തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് വിധി. ഗോകുൽ K വേണുഗോപാൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. ഗോകുൽ, വിവരങ്ങൾ. ഉന്മേഷ്, ഒറ്റ വാക്കിലാണ് തലശ്ശേരി ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി വിധി പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ മാധ്യമങ്ങളെ കാണുകയാണ്. കേസിന്റെ വിശദാംശങ്ങൾ സംബന്ധിച്ച കാര്യം അദ്ദേഹം തന്നെ വ്യക്തമാക്കും. മുഴുവൻ ആളുകളുടെ ഒരു വികാരമായിരുന്നു. അതിന് കാരണക്കാരായ ആളുകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനും കോടതിയിൽ പ്രോസിക്യൂഷന് വേണ്ടി കേസ് നടത്തുക എന്നുള്ളത്. ഏതായാലും നമ്മളെ കേസിൽ റാം എന്ന ഒന്നാം പ്രതിയെ കോടതി മുൻകൂർ ജാമ്യം നൽകേണ്ടതില്ല എന്ന പ്രോസിക്യൂഷൻ്റെ വാദം അംഗീകരിച്ചിരിക്കുകയാണ്. ഏതായാലും അദ്ദേഹത്തിന് ജാമ്യം നൽകരുത് എന്നുള്ള വാദം അംഗീകരിച്ചുകൊണ്ട് കോടതി ഉത്തരവായിരിക്കുകയാണ്. അതാണ് അതിനെ സംബന്ധിച്ച് ഇപ്പോൾ പറയാനുള്ളത്. രണ്ടാം പ്രതിക്ക് ജാമ്യം അനുവദിച്ചിട്ടുമുണ്ട്. അതേതായാലും വിധി പരിശോധിച്ചതിന് ശേഷം മാത്രമേ അതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. എന്താണ്? അല്ല, അത് വിധി പരിശോധിക്കട്ടെ, വിധി കിട്ടട്ടെ. ഏതായാലും നിങ്ങളുടെയൊക്കെ ആകാംക്ഷ ഒന്നാം പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒന്നാം പ്രതിക്ക് ജാമ്യം അനുവദിക്കുമോ എന്നുള്ള ആകാംക്ഷ ഉണ്ടായിരുന്നു. ഏതായാലും എല്ലാവരുടെയും, പൊതുജനങ്ങളുടെ മുഴുവൻ ആളുകളുടെയും അഭിപ്രായം അങ്ങനെയായിരുന്നു. നമ്മളെ പോലീസിനെതിരായും അതുപോലെ തന്നെ ഭരണത്തിനെതിരായിട്ടൊക്കെ ചില വിമർശനങ്ങൾ പോലും വന്നിരുന്നു. ഒന്നാം പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ട് എന്ന രീതിയിൽ. ഏതായാലും കോടതിയിൽ അദ്ദേഹത്തിന് തിരിച്ചടി നേരിട്ട്. നിങ്ങൾക്കറിയാം, ജാതിയുടെ പേരിൽ പോലും കോടതിയിൽ തെറ്റായ പ്രസ്താവന നൽകി രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ശ്രമം അദ്ദേഹം ആരംഭിച്ചിരുന്നു. അത് പ്രോസിക്യൂഷനും പോലീസും പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷണ ടീം അതാത് സമയങ്ങളിൽ അത് തീർച്ചയായും പിന്നോക്കാരനാണ്, OBC ആണ്, SC അല്ല. അദ്ദേഹം പറഞ്ഞത് ഞാൻ ഷെഡ്യൂൾഡ് ട്രൈബാണെന്നാണ്. ആ വാദമാണ് പ്രോസിക്യൂഷൻ രേഖകൾ ഹാജരായിക്കൊണ്ട് അദ്ദേഹം ST ഗ്രൂപ്പിൽ വരുന്നതല്ല, അതുകൊണ്ട് തന്നെ നിയമത്തിൻ്റെ പരിരക്ഷ അദ്ദേഹത്തിന് കിട്ടേണ്ടതില്ല എന്നുള്ള വാദം ഉയർത്തിയത്. അത് കോടതി അംഗീകരിച്ചുകൊണ്ടാണ് ജാമ്യം കൊടുക്കാതിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജാതി അധിക്ഷേപം തുടങ്ങിയ അതില്ല എന്ന് തുടങ്ങി അവരുടെ വാദം കോടതി അംഗീകരിക്കുന്നില്ല എന്നൊക്കെയാണ് മനസ്സിലാക്കേണ്ടത് അല്ലേ? അങ്ങനെ പറയാൻ കഴിയില്ല. ജാതി അധിക്ഷേപം ഉണ്ട് എന്നുള്ളതായിരിക്കുമല്ലോ സ്വാഭാവികം. അവരുടെ വാദം, അതെ, യെസ്, അവരുടെ വാദം ഞങ്ങൾ ജാതി അധിക്ഷേപം നടത്തിയിട്ടില്ല എന്ന അവരുടെ വാദം കോടതി അംഗീകരിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരായി വിധി പറഞ്ഞിട്ടുള്ളത്. തള്ളുവല്ല ചെയ്തത്. അതായത് അവർ ജാമ്യത്തിനായിട്ട് അപേക്ഷ നൽകുകയാണ് ചെയ്തത്. ആ അപേക്ഷയിൽ നമ്മൾ പിന്നെ എതിർവാദം ഉന്നയിക്കുകയാണ് ചെയ്തത്. അതിലിപ്പം നമ്മുടെ എതിർവാദം അംഗീകരിച്ചുകൊണ്ട് ഒന്നാം പ്രതിയായ റാമിന് ജാമ്യം അനുവദിക്കേണ്ടായെന്നും രണ്ടാം പ്രതിയായ സംഗീത നമ്പ്യാർക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടാണ് ഉത്തരവായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വിധിപ്പകർപ്പ് കിട്ടിയതിന് ശേഷം പ്രോസിക്യൂഷനും ആലോചിച്ച് ഇനി അത് അപ്പീലെടുക്കേണ്ടതാണെങ്കിൽ അപ്പീലെടുക്കും. അതായത് ഒബ്ജക്ഷൻ ഫലിച്ചില്ല എന്നല്ല, പ്രോസിക്യൂഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വാദിക്കുന്നത്. അതായത് പ്രോസിക്യൂഷൻ ചെയ്യേണ്ട കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുക മാത്രമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതായത് ഇന്ന് നമ്മുടെ നിതിൻ രാജിൻ്റെ ചടങ്ങുമായി ബന്ധപ്പെട്ട് കുടുംബങ്ങളൊക്കെ തിരുവനന്തപുരത്താണുള്ളത്. അപ്പോൾ അവരുമായിട്ട് വിധിപ്പകർപ്പ് കിട്ടിയതിന് ശേഷം അവരുടെ കുടുംബങ്ങളുമായിട്ട് ആലോചിച്ച് അടുത്ത നടപടി എന്ത് ചെയ്യണമെന്ന് നമ്മൾ ആലോചിച്ച് ചെയ്യും. നിതിൻ രാജിന്റെ മരണത്തിൽ ഇപ്പോൾ ഡോക്ടർ MK റാമിന് മുൻകൂർ ജാമ്യമില്ല. അതേസമയം അധ്യാപിക സംഗീത നമ്പ്യാർക്ക് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കോടതി ഉത്തരവിന്റെ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഡോക്ടർ MK റാമിന് മുൻകൂർ ജാമ്യമില്ല. പ്രോസിക്യൂഷൻ ആത്മഹത്യാ പ്രേരണാ കുറ്റം അതാണ് പോലീസ് ചുമത്തിയിരുന്നത്. ഒപ്പം ഈ പട്ടികജാതി പട്ടികവർഗ വകുപ്പുമായി ബന്ധപ്പെട്ട് അതും ഈ കേസിൽ ചുമത്തിയിരുന്നു. ഇപ്പോൾ തലശ്ശേരി കോടതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് വിധി പറഞ്ഞിരിക്കുന്നത്. BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ഡോക്ടർ MK റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് ഇപ്പോൾ കോടതി തള്ളിയിരിക്കുന്നത്. ഗോകുൽ K വേണുഗോപാൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഗോകുല്, ഈ ഡോക്ടർ MK റാമിന് മുൻകൂർ ജാമ്യമില്ല, പക്ഷേ ഈ അധ്യാപികയ്ക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുകയും ചെയ്യുന്നു. അത് എന്തുകൊണ്ടെന്ന് വ്യക്തമാകണമെങ്കിൽ കോടതിയുടെ വിധി പകർപ്പ് കിട്ടണം. എന്തൊക്കെയാണ് പ്രാഥമികമായി മനസ്സിലാക്കേണ്ടത് ഗോകുൽ? അതുതന്നെയാണ് ഉന്മേഷ്. ഒറ്റ വാക്കിലാണ് തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറഞ്ഞിട്ടുള്ളത്. അക്യൂസ് നമ്പർ 1, അതായത് ഡോക്ടർ MK റാമിന് ജാമ്യം നിഷേധിക്കുകയും സംഗീത നമ്പ്യാർക്ക് ജാമ്യം നൽകുകയും ചെയ്തിട്ടുണ്ട്. പാത്തോളജി വിഭാഗം മുൻ മേധാവിയായിരുന്നു ഡോക്ടർ MK റാം.
ഏപ്രിൽ 10-നായിരുന്നു ഇത്തരത്തിൽ നിതിൻ രാജു എന്ന് പറയുന്ന BDS വിദ്യാർത്ഥി കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്താൽ മെഡിക്കൽ കോളേജിൽ നിന്ന് വീണ് മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അന്നു മുതൽ ഈ 2 പ്രതികളും ഒളിവിലായിരുന്നു. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം കോടതി കേസ് പരിഗണിച്ചതാണ്. ആ സമയത്താണ് നിതിൻ രാജിന്റെ പിതാവിനെ കേസിൽ കക്ഷി ചേരുകയും അദ്ദേഹത്തിന്റെ വിശദമായ വാദം കേൾക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസത്തേക്ക് കേസ് വീണ്ടും മാറ്റിവെക്കുകയും ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ചയാണ് കേസിൽ വിശദമായ വാദം നടന്നിട്ടുണ്ടായിരുന്നത്. ആ ഘട്ടത്തിൽ പ്രതിഭാഗം പറഞ്ഞത് ഈ ആരോപണ വിധേയരായിട്ടുള്ള അധ്യാപകർക്ക് നേരെയുള്ള ആരോപണങ്ങൾ അത് ആത്മഹത്യാ പ്രേരണാ കുറ്റവും അതോടൊപ്പം തന്നെ പട്ടികജാതി പട്ടികവർഗ അതിക്രമ തടയൽ നിയമപ്രകാരമുള്ള കുറ്റവും വകുപ്പുകളുമായിരുന്നു ചാർത്തിയിരുന്നത്. ഇത് രണ്ടും നിലനിൽക്കില്ല എന്നായിരുന്നു പ്രതിഭാഗം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന്മേലുള്ള വാദത്തിന് ശേഷം ഇന്ന് കോടതി വിധി പറയുന്ന സമയത്ത് ഡോക്ടർ MK റാമിനെതിരായിട്ടുള്ള ആരോപണം നിലനിൽക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഈ പറഞ്ഞതുപോലെ അല്പസമയത്തിനകം മാത്രമേ ലഭ്യമാവുകയുള്ളൂ. ഡോക്ടർ MK റാം എന്ന് പറയുന്നത് ഈ കർണാടകയിലെ ഭജന്ത്രി വിഭാഗത്തിൽപ്പെട്ടയാളാണ്. അതിനാൽ തന്നെ താൻ ബാക്ക്വേർഡ് കാസ്റ്റ് ആണ്, അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന ആളാണ്. തനിക്കെതിരെ ഈ പറഞ്ഞതുപോലെയുള്ള വകുപ്പ് നിലനിൽക്കില്ല എന്നൊരു വാദമായിരുന്നു ഡോക്ടർ MK റാം മുന്നോട്ടേക്ക് വെച്ചത്. എന്നാൽ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് പ്രോസിക്യൂഷൻ നിതിൻ രാജിന്റെ പിതാവിന്റെ അഭിഭാഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ SC/ST വിഭാഗത്തിൽപ്പെട്ട ആളല്ല ഭജന്ത്രി വിഭാഗം എന്ന വാദം മുന്നോട്ടേക്ക് വെച്ചു. അത് OBC വിഭാഗമാണ് എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ആത്മഹത്യാ പ്രേരണാ കുറ്റവുമായി ബന്ധപ്പെട്ട ചില തെളിവുകൾ CCTV വിഷ്വൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതി മുമ്പാകെ പ്രോസിക്യൂഷൻ ഹാജരാക്കിയുണ്ടായി. ഈ ഡോക്ടർ MK റാമും സംഗീത നമ്പ്യാരും പറഞ്ഞിരുന്നത് നിതിൻ രാജിനെ പ്രിൻസിപ്പാളിന്റെ ചേംബറിൽ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഡോക്ടർ MK റാമോ സംഗീത നമ്പ്യാരോ അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന വാദത്തിനിടയിൽ ഈ പ്രിൻസിപ്പാളിന്റെ ചേംബറിനോട് ചേർന്നിട്ടുള്ള സ്റ്റാഫ് റൂമിൽ ഏകദേശം 1.5 മണിക്കൂറോളം സമയം ഡോക്ടർ MK റാം ഉണ്ടായിരുന്നു എന്നും നിതിൻ രാജിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അത് നിരീക്ഷിച്ചുകൊണ്ടും നിതിൻ രാജിനെതിരെ പരാതി നൽകാൻ അധ്യാപിക തയ്യാറായ സമയത്ത് ആ അധ്യാപികയെ അഭിനന്ദിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് വന്നു എന്ന തരത്തിലുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ മുന്നോട്ടേക്ക് വെച്ചിരുന്നു. ഇതൊക്കെ ആയിരിക്കാം പരിഗണിച്ചതെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ അല്പസമയത്തിനകം മാത്രമേ ഇതിന്റെ വിധിപ്പകർപ്പ് ലഭ്യമാകുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഉന്മേഷ്, ശരി. ഗോകുൽ കെ വേണുഗോപാലാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.